വയനാട്ടിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയതോടെ വലിയ ആശങ്കയാണ് ഉയരുന്നത്. കാടിറങ്ങുന്ന കാട്ടാന മനുഷ്യജീവൻ എടുക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ്? ആവർത്തിക്കുന്ന വന്യജീവി ആക്രമണത്തിന് കാരണം വനംവകുപ്പിന്റെ പിടിപ്പുകേടാണോ? കേൾക്കാം ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർ ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാതെ കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കണ്ടേ. ഭയങ്കരമായിട്ടുള്ള അനാസ്ഥയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. റേഡിയോ കോളർ വിട്ടേക്കിയ ഒരു ആനയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോകുന്ന അപ്ഡേഷൻ അവർ കൃത്യമായിട്ട് തരാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അത് അവരുടെ ബുദ്ധിവശം കൊണ്ട് തന്നെയാണത്. കാര്യം ശ്രദ്ധിക്കേണ്ടടുത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് മാൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും കുറേ ആസ്പെക്ട്സ് അവിടെ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു സെർട്ടൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. റേഡിയോ കോളർ ഉണ്ടെങ്കിൽ സിഗ്നൽ കിട്ടണമല്ലോ, അത് കറക്റ്റായിട്ട് നിരീക്ഷിക്കാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. ഉത്തരവാദികൾ എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കണമല്ലോ. അവർക്ക് എല്ലാവരെയും എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അവരും മനുഷ്യരല്ലേ, അവർക്കും അബദ്ധമൊക്കെ പറ്റാം. വനം വകുപ്പിൻ്റെ പ്രശ്നമാണ്. ഫോറസ്റ്റുകാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യരാണോ കാട് കയറുന്നത്, കാട്ടിലെ മൃഗങ്ങളാണോ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? ഇതൊരു വലിയൊരു ഡിബേറ്റുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷേ കാടിറങ്ങി മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങളെ തുരത്തി ഓടിക്കേണ്ടത് ഈ സർക്കാരിൻ്റെ കടമയാണ്. കാട് കയ്യേറുന്നു, കാട്ടിലെ ആൾക്കാർ പിന്നെ മരം വെട്ടുന്നു, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുങ്ങൾക്ക് ഭക്ഷണം വരുന്നില്ല, കിട്ടുന്നില്ല. പിന്നെ വേനൽക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടാനകൾക്ക് വെള്ളം കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം ജനവാസ മേഖല ആൾക്കാരെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നല്ലത്. ആരെയും കൊല്ലണമെന്നോ ആരെങ്കിലും ഇത് ചെയ്യണമെന്നൊന്നും ആക്ച്വലി ആനകൾക്കൊന്നുമില്ല. വനംവകുപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് ചെയ്യുന്നതിന്. ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ അതിൽ ശരിക്കുണ്ട്. അതായത് മനുഷ്യനെയല്ല ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത്. കേന്ദ്രത്തിൽ ഏതോ ഒരു മന്ത്രി ഒരു നിയമം ഉണ്ടാക്കി വെച്ചതിൻ്റെ പേരിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് കാട്ടുമൃഗങ്ങൾക്കും മൃഗങ്ങൾക്കുമാണ്. സർക്കാർ അതിനെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഗതിയാണ്. ഇനിയും ഇതേമാതിരി സംഭവിക്കാമല്ലോ. ഇതിനെതിരെ കർശനമായ നിയമ നിർമ്മാണം നമ്മൾ സർക്കാർ നടത്തുകയാണ്. ഇനിയും അലംഭാവം വനം വകുപ്പ് മന്ത്രി വളരെ നിസ്സാരമായിട്ടാണ് ഇന്ന് രാവിലെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്.